ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് രുചിയുള്ള നല്ല ഒരു മീൻ കറി വെക്കാം. അതിനാദ്യം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. അപ്പം ചെറിയ ഉള്ളി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഇത് ഏകദേശം കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാനത് ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. പിന്നെ ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതേ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ഒരു കടുക്, ഉലുവ ഇത് മൂപ്പിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കറിക്കുള്ള കുറച്ച് മസാലക്കൂട്ടുകൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനെന്തൊക്കെയാണ് മസാലക്കൂട്ടുകൾ ചേർത്തിട്ടില്ലെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്കിതിനകത്ത് നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കുക. നന്നായി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റി ഒരു 2 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ആ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും നമ്മളൊരു ജാറിലേക്കിട്ട് അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊരു നല്ല ഗ്രേവി റെഡിയാക്കിയിട്ടുണ്ട്. ഈ തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി തക്കാളി ഇപ്പം വേവിച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കുടംപുളി ഇല്ലവർക്ക് കുടംപുളി ഉപയോഗിക്കുക. എൻ്റെ അടുത്ത് കുടംപുളി തീർന്നിട്ടുള്ളത്, അപ്പോൾ വാളംപുളി പിഴിഞ്ഞൊഴിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി ക്ലിയറാക്കി വെച്ച മീൻ കഷ്ണങ്ങളിടണം. ഞാൻ അയിലയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, എനിക്ക് അയിലയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ടുകളെല്ലാം ഈ കറിയുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട്, എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്, നമ്മളെ ഗ്രേവിയെല്ലാം നന്നായി തിളച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മൾ അയില കഷ്ണങ്ങൾ ഇടാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവണം. അയില നന്നായി വേവണം, കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിലേക്ക് വന്നിട്ട് നമുക്കൊരു കടുകിന്ന് ഒരു ഉള്ളി മൂപ്പിച്ചെടുക്കണം. നമ്മളെ മീൻ കറിക്ക് ഒരു വറവിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉള്ളി വെളിച്ചെണ്ണയിൽ